പനാസോണിക് എ സി അത് കൂളിംഗ് ആവാത്തൊരു വിഷയമാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ കംപ്രസർ, അതായത് കൂളിംഗ് മോട്ടർ ഫാനാണിത്. ഇത് ചെറുതായിട്ട് വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ കപ്പാസിറ്റർ, അതായത് ഈ ഫാനിന് വരുന്ന കപ്പാസിറ്ററും കംപ്രസർ മോട്ടറിൻ്റെ കപ്പാസിറ്ററും എല്ലാം കൂടി ഒറ്റ കപ്പാസിറ്ററാണ് വരുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ഈ കപ്പാസിറ്റർ, അതായത് 35 UFTൻ്റെ കപ്പാസിറ്ററാണ്. ഇത് ഒന്ന് മാറ്റി നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. UFTൻ്റെ കപ്പാസിറ്ററാണ് കിട്ടിയിട്ടുള്ളത്. ഒരു UFT കൂടുതലുണ്ട്. ഹിൽസിൻ്റെ നല്ല കമ്പനി സാധനം തന്നെയാണ്. എങ്കിലും ഒരു UFT പ്രശ്നങ്ങളൊന്നുമില്ല. ±2% ഉണ്ട്. അതുകൊണ്ട് തന്നെ 36ൻ്റെ ഒരു കപ്പാസിറ്റർ ആണ് കിട്ടിയിട്ടുള്ളത്. ഇതിൽ 3 പിന്നാണ് വരുന്നത്. ഒന്ന് കോമൺ, ഒന്ന് ഫാന്, ഒന്ന് കംപ്രസറിൻ്റെ കണക്ഷൻ. എന്തായാലും ഇതൊന്ന് മാറ്റി നോക്കി എങ്ങനെയുണ്ട് വർക്കിംഗ് എന്നുള്ളത് നോക്കാം. കണക്ട് ചെയ്തതിന് ശേഷം നോക്കാം എങ്ങനെയുണ്ട് വർക്കിംഗ് എന്നുള്ളത്. AC ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ പ്രശ്നമൊന്നുമില്ല, വർക്ക് ചെയ്യുന്നുണ്ട്. മറ്റേ സ്റ്റാർട്ടിങ്ങിൽ മോട്ടറൊക്കെ വർക്ക് ചെയ്യാൻ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ പ്രശ്നമൊന്നുമില്ല, അത്യാവശ്യം നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. കൂളിംഗ് ഫാന് നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. കംപ്രസർ കൂളിംഗ് എടുക്കുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല.